ക്രഷ് രചന നീലാംബരി, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ഡോ ക്രഷേ, എന്തൊരു ലുക്കാണോ താൻ. അതെ, താനിന്നൊരു ഫോട്ടോ ഇട്ടില്ലേ? ആ ഫോട്ടോ ക്ലിയർ അല്ല കേട്ടോ. കാറിൽ ആരാ തൻ്റെ ഒപ്പം? ആ തടിയന്മാർക്കിടയിലും മുഖം കുരിച്ച് താൻ ഫോണിൽ തോണ്ടി ഇരിപ്പാണല്ലോ. ഇനി ഫോട്ടോ ഇടുമ്പോഴേ തന്നെ മുഖം കണ്ടിരിക്കണം ഞാൻ. അപ്പൊ ഗുഡ് നൈറ്റ്. ഒരു വാണിംഗ് പോലെയായിരുന്നു ആ മെസ്സേജ്. അവൻ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു. FB പേജിൽ കയറി ആ ഫോട്ടോയിലും നോക്കി. ആരാധികമാരുടെ പുകഴ്ത്തിയുള്ള കമന്റുകൾ നിറയെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ അക്കൗണ്ടിൽ നിന്ന് മാത്രം കമന്റ് ഒന്നുമില്ല. നിനക്ക് ഈ ഫോട്ടോ പിടിച്ചില്ലല്ലേ? പിറ്റേ ദിവസം ഏകണരുമ്പോൾ FBയിൽ കാണുന്നത് തലേ ദിവസം വൈലിൻ പോസ്റ്റ് ചെയ്ത ഫോട്ടോയുടെ തന്നെ സെയിം മറ്റൊരു ഫോട്ടോ കണ്ടുകൊണ്ടാണ്. ക്യാമറയിൽ നോക്കി കാറിന്റെ സീനിൽ കൈവിടർത്തിയിരിക്കുന്ന അവന്റെ സിംഗിൾ ഫോട്ടോ. അവളെ കൊത്തി വലിക്കുന്ന ഒരു നോട്ട് ആ ഫോട്ടോയിൽ അവൾക്ക് ഫീൽ ചെയ്തു. സ്റ്റൈലായിട്ടുണ്ടല്ലോ, ഒരു പൊടിക്ക് ചിരിക്കാൻ കേട്ടോ. അല്ലേ വേണ്ട, തന്നെ ചിരിയാൻ താങ്ങില്ല മോനെ ക്രഷേ. ചങ്കിൽ കൊണ്ടുട്ടോ. എന്നിരുന്നാലും ഞാനൊരു ടാറ്റു ചെയ്യും, ആരും കാണാത്തിടത്ത്. അന്ന് തൻ്റെ ഈ മുഖാവും ഞാൻ സെലക്ട് ചെയ്യാം. എനിവേ ഗുഡ് മോർണിംഗ് ക്രഷ്. വാഷ്റൂമിന്റെ ആ വലിയ മിററിൽ നോക്കി അവനൊന്ന് പുഞ്ചിരിച്ചു. നീ അത്രക്ക് താങ്ങില്ല എന്റെ ചിരി. ടാറ്റു ചെയ്യാൻ മാത്രം ഞാൻ ആരാടി നിന്റെ? ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ആദ്യം അയക്കുന്ന മെസ്സേജുകളൊക്കെ മണിക്കൂറുകൾ കഴിഞ്ഞാണ് സീനായിക്കൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ അയക്കുന്ന മെസ്സേജുകൾ സ്പോട്ടിൽ തന്നെ സീനാവാൻ തുടങ്ങിയെന്ന നഗ്ന സത്യം ഏകം മനസ്സിലാക്കി. ഗുഡ് മോർണിംഗ് കൃഷേ. വയ്യടോ, പനിയാ. ഒരുപാട് ഒറ്റപ്പെട്ട പോലെ തോന്നാടോ. ആരുമില്ലടോ, ഞാൻ ഏകയാടോ, ഏക. രാവിലെ തന്നെ മെസ്സേജ് സ്പോട്ടിൽ സീനായത് കണ്ടതും അവൾ ആ അവസ്ഥയിലും ചാടി എഴുന്നേറ്റ് പോയി. ഡോ, താൻ ഓക്കെ അല്ലേ? ഈ സമയം താൻ ഫോൺ ഉപയോഗിക്കാറില്ലല്ലോ. അറിയോ ഓക്കെ? കൃഷി തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? മറുതലക്കൽ അവന്റെ ചുണ്ടിലെ പുഞ്ചിരി വിരിഞ്ഞു. ഞാൻ ഏകയാണോ? യെസ്, ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ഗേൾ. ബോയ് ആയിരുന്നെങ്കിൽ ഞാൻ ഏകനെന്നേ പറയുമായിരുന്നുള്ളൂ. ഒരു ചിരിയോടെയാണ് അവനത് പറഞ്ഞത്. അവളുടെ ആവലാതി എന്തിനായിരുന്നാൽ കൂടി അവന് വല്ലാതെ അങ്ങ് ചങ്കിൽ തറച്ചു. അത് താൻ ഓക്കെ അല്ലേ എന്നുള്ള ആ ചോദ്യം അവൻ കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ചു. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. അതെ, എന്റെ മെസ്സേജ് കാണാറുണ്ടോ താൻ? സ്പോട്ടിൽ സീനാവുന്നുണ്ടല്ലോ. ഒരു യെസ് പറയാവോ? പേടിയാണോ? ഞാൻ തന്നെ ചീറ്റിയില്ല, സത്യം. ഞാൻ ആരെയും കാണിക്കില്ല. തനിക്കൊരു കാര്യം അറിയാം, എനിക്ക് ഇങ്ങനൊരു FB അക്കൗണ്ടുള്ള പോലും ആർക്കും അറിയില്ല. ഞാൻ ഇൻസ്റ്റയിലും ട്വിറ്ററിലൊക്കെ ഉണ്ടല്ലോ, പക്ഷെ നമുക്ക് FB മതി, അതാ സേഫ്. പ്ലീസ് കൃഷേ, ഒരു മെസ്സേജ്, ഒരേ ഒരു മെസ്സേജ് തരാവോ? അല്ലെ വേണ്ട, ടൈപ്പിംഗ് പോലെ കാട്ടാവോ? സെൻഡ് ആക്കണ്ട. ആ 3 ഡോട്ടുകൾ ഓടുന്ന കാണുമ്പോൾ താൻ എൻ്റെ മെസ്സേജ് കാണുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയാ. പ്ലീസ് പ്ലീസ് കൃഷേ. ഈ മെസ്സേജുകളൊന്നും സ്പോട്ടിൽ സീനായില്ല. അതുകൊണ്ട് തന്നെ അവിടെ ആവശ്യം നടക്കില്ലെന്നും അവൾക്ക് മനസ്സിലായി. ശരിയായിരുന്നു, അവൻ ആ സമയം ഷൂട്ടിൽ തിരക്കിലായിരുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞാണ് അവൻ ഫോൺ എടുത്ത് നോക്കിയത്. അവൾ ആവശ്യപ്പെട്ട പോലെ അവൻ ചെയ്തേനെ. പക്ഷേ ഇനി എങ്ങനെ? രാത്രി കിടക്കാൻ നേരെ ഏക നോക്കുമ്പോൾ വൈരിനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഐ ക്യാൻ ഫീൽ യു ഈവൻ തോ ഐ ക്യാൻ സീ യു. ആ പോസ്റ്റിന് താഴെ ആരാധികമാരുടെ നിലവിളിയാണ്. ആരാണ് അവളെന്നൊരു ചോദ്യം സോഷ്യൽ മീഡിയ നിറച്ചു. കൃഷേ, പോസ്റ്റ് എനിക്കുള്ളതാണോ? അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. നിനക്ക് മാത്രമുള്ളതാടി. പിന്നീട് അങ്ങോട്ട് അവൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അവൻ ഫോട്ടോകൾക്ക് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന ഫോട്ടോകൾ, ഇഷ്ടഭക്ഷണം, അവന്റെ ഇഷ്ടനിറം, ഇഷ്ടപ്പെട്ട പാട്ട്, അങ്ങനെ അവൾ ചോദിക്കുന്നതിനെല്ലാം അവൻ ഫോട്ടോയിലൂടെ മറുപടി നൽകി. കൃഷേ, ഞാനൊരു കാര്യം അറിഞ്ഞു. ട്രിവാൻഡ്രം ഗോകുൽ മെഡിക്കൽ കോളേജിൽ വെച്ചൊരു ഷൂട്ടുണ്ടെന്ന്. സത്യമാണോ? ഞാൻ വരട്ടെ? ഞാൻ അവിടെ ഉണ്ടാവും കേട്ടോ. എനിക്ക് എൻ്റെ ക്രഷിനെ ഒരിക്കൽ കൂടി നേരിട്ട് കാണണം. ക്രഷേ, ഞാൻ ആരാണെന്ന് അറിഞ്ഞാൽ ക്രഷി ചിലപ്പോൾ ഞെട്ടും. നമ്മൾ തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. ക്രഷിനെ എനിക്ക് മാത്രം അറിയാവുന്നൊരു ബന്ധം. ഞാൻ പോന്നോട്ടെ ക്രഷിനെ കാണാൻ? നൈറ്റാണല്ലോ ഷൂട്ട്. വീട്ടിൽ നിന്ന് ചാടുന്ന ഓർക്കുമ്പോഴാണ്. അച്ഛനറിഞ്ഞാൽ കൊല്ലും. എന്തെങ്കിലും ഒപ്പിക്കണം. നോക്കട്ടെ ക്രഷേ, ഞാൻ ഒറ്റക്കാണ്. ഞാൻ അവിടെ ഒന്ന് മെസ്സേജ് ചെയ്താൽ ഒരു മാസ്ക് വെച്ച് വരും എന്നെ കാണാൻ. വരണം കേട്ടോ. അവൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞു സന്തോഷം മിന്നി മറഞ്ഞു. ഒപ്പം അത്ര തന്നെ ആകാംക്ഷയും. ആരാകും ഇവൾ? താൻ ഇവളും തമ്മിൽ എന്താവും ബന്ധം? കാണാൻ അവനും കാത്തിരുന്നു. ട്രിവാൻഡ്രം പോകേണ്ട ദിവസം പുറപ്പെടാൻ നേരം ഗുഡ് മോർണിംഗ് മെസ്സേജ് വന്നു. കൊതിയാവുന്നു കൃഷേ. താൻ വന്നില്ലേലും തന്നെ കാണും കേട്ടോ. ഞാനൊരു ബ്ലാക്ക് ചുരിദാറാവ് ഇടുക. എൻ്റെ കയ്യിലൊരു ബുക്കും ഒരു ഡയറിയും ഉണ്ട്. അതിൽ തൻ്റെ ഒരു സൈൻ വേണം എനിക്ക്. അതായിരുന്നു അവളിൽ നിന്ന് വന്ന അവസാന മെസ്സേജ്. അതിനുശേഷം എത്ര നേരം കാത്തിരുന്നിട്ടും അവളുടെ പേരിലൊരു നോട്ടിഫിക്കേഷൻ പോലും അവൻ്റെ ഫോണിൽ തെളിഞ്ഞില്ല. ആദ്യമൊക്കെ അത് സാധാരണമായ തിരക്കായിരിക്കുമെന്നാണ് വൈര്യൻ കരുതിയത്. പക്ഷേ മണിക്കൂറുകൾ കടന്നുപോയിട്ടും അവളിൽ നിന്ന് യാതൊരു വിവരവും ലഭിക്കാതായപ്പോൾ അവൻ്റെ ഉള്ളിൽ പറഞ്ഞറിയിക്കാനാവാത്തൊരു അസ്വസ്ഥത വേരൂന്നി തുടങ്ങി. ജീവിതത്തിൽ ഇന്നേ അവർ അനുഭവിച്ചിട്ടില്ലാത്തൊരു ടെൻഷൻ, എവിടെയോ ഉള്ള ഒരു പെൺകുട്ടിയുടെ നിശബ്ദത അവൻ്റെ മനസ്സമാധാനം കവർന്നെടുത്തിരുന്നു. അതൊരിക്കലും അവളോടുള്ള പ്രണയം കൊണ്ടായിരുന്നില്ല.
കുറഞ്ഞത് അങ്ങനെ വിശ്വസിക്കാനാണ് അവൻ ശ്രമിച്ചത്. ഒരു സുഹൃത്തിനോടുള്ള കരുതൽ, അല്ലെങ്കിൽ ഒരു സുഹൃത്തിനേക്കാൾ അല്പം കൂടി എന്തോ പേരിടാൻ കഴിയാത്തൊരു വികാരം. അക്ഷരങ്ങളിലൂടെ മാത്രം പരിചയപ്പെട്ട ഒരാളോട് എങ്ങനെ പ്രണയം തോന്നാനാണ്? അവളുടെ ചിരി പോലും നേരിൽ കണ്ടിട്ടില്ല, ശബ്ദം പോലും കേട്ടിട്ടില്ല. എങ്കിലും അവൾ മിണ്ടാതായപ്പോൾ ഉള്ളിലെന്തോ ഒടിഞ്ഞു പോയതുപോലെ തോന്നുന്നു. ആ ചിന്ത തന്നെ അവനേക്കാൾ കൂടുതൽ അസ്വസ്ഥനാക്കി. നോക്കാം. അവളെ കാണാൻ തന്നെ അവനും തീരുമാനിച്ചു. അത്രയും മനസ്സിൽ കരുതിയുള്ള അവനും ഇനിയും വരുന്ന മെസ്സേജിനായി പ്രതീക്ഷയോടെ അവൻ കാത്തിരുന്നു. ഷൂട്ട് കഴിയുമ്പോഴൊക്കെ അവൻ ജയറാമിൽ നിന്നും ഫോൺ വാങ്ങി നോക്കാൻ തുടങ്ങി. തിരികെ പോകാൻ നേരം ചുറ്റും ഓട്ടോഗ്രാഫ് വാങ്ങാൻ വന്ന പെൺകുട്ടികൾക്കിടയിൽ അവൻ ബ്ലാക്ക് ചുരിദാറിട്ട പെൺകുട്ടിയെ തിരഞ്ഞു. ബുക്കുണ്ടായിരിക്കും ആരെങ്കിലും തനിക്ക് നേരെ നീട്ടുന്നുണ്ടോ എന്ന് അവൻ നോക്കി. അങ്ങനെ ആരും വന്നില്ല. എത്ര കാത്തു നിന്നിട്ടും അന്ന് ദിവസം അവൾ മെസ്സേജ് അയച്ചില്ല, വന്നതുമില്ല. അതുമാത്രമല്ല, പിന്നെ അങ്ങോട്ട് ഒരു ദിവസം അവളുടെ മെസ്സേജ് വന്നില്ല. നീണ്ട 3 വർഷങ്ങൾ. വൈരിനൊരു ദീർഘനിശ്വാസം എടുത്തു. ഒരേ സമയം ഏകയുടെയും വൈരിന്റെയും ഓർമ്മകൾ ഒന്ന് പുറകിലേക്ക് പോയി തിരികെ വന്നു. ഏക കണ്ണുകൾ മുറുക്കി അടച്ചു. ഞാൻ വന്നിരുന്നു, താൻ കണ്ടില്ല. ശരിയാ, താനിങ്ങനെ കാണുക. ഏക അയച്ച മെസ്സേജുകളൊക്കെ കണ്ടിരുന്ന താനല്ലല്ലോ മിസ്റ്റർ ക്രഷ്, തൻ്റെ സ്റ്റാഫല്ലേ? ഏക അറിഞ്ഞില്ല, വലിയ വലിയ നടന്മാരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഹാൻഡിൽ ചെയ്യാൻ മാത്രം അവർക്ക് പ്രത്യേകം സ്റ്റാഫുകളുണ്ടെന്ന്. എങ്കിലും ആ രാത്രി ഏക ഒരിക്കലും മറക്കില്ലടോ. ആൾ കണ്ണു നിറച്ച് ചുമൽ ചാരിയിരുന്നു. വിച്ചൂട്ടാ, എന്താ നീ ഓർക്കുന്നേ? തന്റെ മടിയിൽ കണ്ണും പൂട്ടി ചെരിഞ്ഞിടക്കുന്നവന്റെ മുടിയിഴകളെ തഴുകി കടന്നുപോയി ദേവികയുടെ വിരലുകൾ. ആ നേരം അത്രയും അവരുടെ മിഴികൾ തറഞ്ഞതും വൈരിന്റെ മുഖത്ത് തന്നെയാണ്. നത്തിങ്ങമ്മ, വേദന കുറവുണ്ടോ മോനു? ചോദിക്കുന്നതിനിടയിൽ അവന്റെ മുതുകിലൂടെ വിരലോടിച്ചവർ. ആ പെൺകുട്ടി അവള് തിരികെ ജോയിൻ ചെയ്തോടാ? നോ, ഐ മീൻ ഐ ഡോണ്ട് നോ. എന്നാ ഇനി അവൾ ജോയിൻ ചെയ്യണ്ട. ദേവേട്ടനോട് ഞാൻ സംസാരിച്ചോളാം. വൈരി, ഈ അമ്മ അല്പം സ്ട്രെയിറ്റ് ഫോർവേഡാ, അറിയാലോ നിനക്ക്. സോ ഒരു കാര്യം തുറന്നു പറയാം. പെൺകുട്ടികളായിട്ട് ഇത്തരത്തിലുള്ള കുട്ടികളെയൊക്കെ ഒരു പുരുഷന്റെ മനസ്സിനെ സ്വാധീനിക്കും. അല്പം തന്നെയിടവും ചുറുചുറുക്കും കുസൃതിയൊക്കെയുള്ള പെൺകുട്ടികളെയാ എല്ലാ പുരുഷന്മാരും ആഗ്രഹിക്കുക. ഇതൊന്നുമില്ലെങ്കിൽ കൂടി അവളുമായിട്ട് വഴക്കിട്ട് ഓടിയ സംബന്ധം നിന്റെ മനസ്സിൽ ആ പെണ്ണിന്റെ ഓർമ്മ നിറക്കും. അറിയാലോ നിനക്ക്, 3 വർഷം മുമ്പ് ഇതുപോലെ രാത്രി ഏതോ ഒരു പെണ്ണയച്ച മെസ്സേജ് നോക്കി നീ ദിവസങ്ങളോളം ഇങ്ങനെ കിടന്ന് അവൾ ആരാകും, എവിടെയാവും, എന്ത് ചെയ്യാവും, അവൾ പറഞ്ഞ പോലെ അവളും താനും തമ്മിൽ എന്താകുമായിരുന്നു ബന്ധം? ഈ ചോദ്യങ്ങളൊക്കെ നീ എന്നോടാ ചോദിച്ചുകൊണ്ടിരുന്നത്. മോനു പ്ലീസ്, ഇത്തരം ചിന്തകൾ ഇനി മേലിൽ നീ വീഴരുത്. അതുപോലെ മറ്റു പെൺകുട്ടികളെക്കുറിച്ച് നീ ചിന്തിക്കേണ്ട കാര്യവുമില്ല. ഈ മാൻഷനിൽ 4 പെൺകുട്ടികളുണ്ട്. ആര് വേണം നിനക്ക് സ്വന്തമാക്കാം. 4 പേര് നിന്നെ പ്രാണതുല്യം സ്നേഹിക്കുന്നവരാ. ചോയ്സ് നിന്റെ ആയതുകൊണ്ട് ഞാൻ ആരെയും അധികം അടുപ്പിക്കാറില്ല, അഞ്ജലി ഒഴികെ. ഞാൻ ഓപ്പണായി പറയാ വൈരി, അഞ്ജലി എൻ്റെ ദേവേട്ടൻ്റെ മകളാണ്. അതുകൊണ്ട് എനിക്ക് അവൾ എൻ്റെ മരുമകളുടെ സ്ഥാനത്ത് വരണമെന്ന ആഗ്രഹം. അവനൊന്നും മിണ്ടിയില്ല. അവരുടെ മടിയിൽ നിന്ന് 1-2 ബെഡിലേക്ക് വീണ് ഫോൺ കയ്യിലെടുത്ത് വൈരി. ഹലോ സർ. മലർക്കൽ ജയറാമിന്റെ സ്വരം. മിസ്റ്റർ ജയറാം, ഞാൻ നിങ്ങൾക്ക് 24 hours സമയം തരും. ഏക അവൾ തിരികെ ജോലിയിൽ കയറിയിരിക്കണം. പിന്നെ മുകേഷിനോട് പ്രത്യേകം പറയണം, വേറെ ഡ്യൂട്ടി ഒന്നും നൽകാൻ അവൾക്ക് ഇപ്പോൾ കൊടുക്കേണ്ടെന്ന്. ഞാൻ കൊടുക്കാം അവൾക്കുള്ള പണി. പറയലും ഫോൺ കട്ട് ചെയ്ത് അവൻ ബെഡിൽ കമിഴ്ന്നു. താൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും വൈരിനാകുന്നത് തന്നെ ചെവിക്കൊണ്ടില്ലെന്ന് കാണേ ദേവികക്ക് അവനോട് വല്ലാണ്ട് ദേഷ്യം വന്നു. അതേ ദേഷ്യത്തിൽ അവർ മുറിവിട്ടിറങ്ങി. അവർ പോയ വഴി അവനും നോക്കി. സോറി അമ്മ, നിങ്ങളുടെ മകനാണ് ഞാനും അല്ലാതെ സ്ട്രൈറ്റ് ഫോർവേഡാ. അതുപോലെ എൻ്റെ തീരുമാനങ്ങൾ അതിൽ മറ്റാർക്കും എന്നെ സ്വാധീനിക്കാൻ കഴിയില്ല. ആൻഡ് ഏക വിശ്വനാഥൻ, നിന്നിൽ ഞാൻ കണ്ടത് എന്താണെന്ന് നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. നിന്റെ ആ ഇടനെഞ്ചിൽ. കൊച്ചേച്ചി, വാതിലിൽ തട്ടി വിളിക്കുന്ന വിവേകിന്റെ ശബ്ദമാണ് ഏകയെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. വാതിൽ പൂട്ടിയാലേ വിച്ചുട്ടാ, അകത്തേക്ക് വായോ. ഏക വിളിച്ചു പറഞ്ഞു. വിവേക അകത്തേക്ക് കയറി. സ്കൂളിൽ പോയില്ലേടാ, സമയത്തിനായല്ലോ. ഏക ചോദിച്ചിട്ടും വിവേകം മുൻകുനിച്ച് നിന്നതേ ഉള്ളൂ. വിച്ചുട്ടാ, എന്ത് സുഖല്ലേ നിനക്ക്? സ്കൂൾ അവധിയാ, ടൂർ പോയേക്ക് എല്ലാവരും. ഞാൻ പോയില്ല. സങ്കടത്തോടെ വിവേക് പറയുമ്പോൾ അവനോട് മറുപടി പറയാൻ അയക്ക് വാക്കുകൾ കിട്ടിയില്ല. മോളെ വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് കയറി വന്ന് വിശ്വനാഥൻ. ശ്വാസമെടുക്കാൻ അയാൾ നന്നായി ബുദ്ധിമുട്ടിയിരുന്നു. ആഞ്ഞു ചുമച്ചും വലിച്ചൊക്കെ അയാൾ അവർക്കൊപ്പം കട്ടിലിരുന്നു. അച്ഛേ, ആകുലതയോടെ അവളെ അയാളുടെ കൈ പിടിച്ചു. മോളെന്താ തിരികെ പോകാത്തത്? ഒരാഴ്ചയായല്ലോ വന്നിട്ട്. ജോലി സ്ഥലത്ത് ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, ഐശുവും കൂടെ ഉണ്ടായിരുന്നല്ലോ. ഇനി അവള് വല്ല ഏടാ കൂടെ ഒപ്പിച്ചോ? വയ്യ മോളെ. പറയലും അയാൾ ചുമച്ചു തുടങ്ങിയിരുന്നു. അച്ഛനീ നശിച്ച കള്ളുടിയും നിർത്തരുതോ? അമ്മ പോയിട്ട് വർഷം കുറെ ആയില്ലേ, ഇനി എന്തിനാ? മോള് തിരികെ പോയില്ല എന്നുണ്ടോ? അച്ഛയോട് പറയേ. എങ്കിൽ അച്ഛക്ക് മോളോടൊരു കൂട്ടം പറയാനുണ്ട്.
ശ്വാസം വലിച്ചുവിട്ട് അയാൾ പറഞ്ഞൊപ്പിക്കുമ്പോൾ ഏക എന്തു പറയണമെന്നറിയാതെ മൗനമായി. തിരികെ പോകണമെന്ന് കരുതിയാൽ പോലും ഇനി നടക്കില്ല. താൻ കാരണമാണ് വൈരിന് അത്രയും വലിയ അപകടമുണ്ടായത്. അവൻ പുതച്ചെന്ന പുതപ്പും കൊണ്ട് അവിടുന്ന് റൂം വരെ ഓടുമ്പോൾ നിലത്തായി കിടക്കുന്ന അവന്റെ ചോര താൻ കണ്ടതാണ്. എല്ലാവരും തമാശയായിരുന്നു. അറിയില്ല, മനസ്സിൽ കൊണ്ടുവന്ന രൂപത്തിന് ഒരഹങ്കാരിയുടെ മറുപുറം കൂടിയുണ്ടെന്ന് മനസ്സിലാക്കിയ നിമിഷം മുതൽ തനിക്ക് തന്നോട് പോലും ദേഷ്യമായിരുന്നു. തനിക്ക് നേരെ പണം വെച്ച് കിട്ടിയ പോരാഞ്ഞ് അവന്റെ നാവിൽ നിന്ന് തീർന്ന അഹങ്കാരം നിറച്ച വാക്കുകൾ കൂടിയായപ്പോൾ ദേഷ്യം ഇരച്ചു കയറി. ഇനിയൊരു കൂടിക്കാഴ്ചയൊന്നും ഒരിക്കലും ഉണ്ടാവില്ലെന്ന് ഉറപ്പാണ്. കുട്ടിക്കാലം മുതൽ മനസ്സിൽ പ്രതിഷ്ഠിച്ചു പോയതുകൊണ്ടാവണം നേരിൽ കാണാനും അടുത്തു നിൽക്കാനൊക്കെ ദൈവം ഒരു അവസരം തന്നത്. പിഴച്ചു മരിച്ച രാജലക്ഷ്മിയുടെയും കള്ളുടിയനായ വിശ്വനാഥിന്റെയും മകൾക്ക് അതിനപ്പുറം സ്വപ്നം കാണാൻ എന്താണ് യോഗ്യതയെന്ന് ദൈവം കരുതിയിട്ടുണ്ടാവും. മടുത്തു, ഇനിയില്ല. വൈരിൻ എന്ന വിഗ്രഹം ഒരിക്കൽ കൂടി താൻ പറിച്ചു കളയുന്നു. അന്നത്തെ രാത്രിയിലേതുപോലെ എന്നേക്കുമായി. മോളെ, അയ്യ മോളെ. ഒരിക്കൽ കൂടി അച്ഛയുടെ വിളിയേട്ടതും അവൾ ഞെട്ടിയാളെ നോക്കി. അച്ഛേ, ഞാനിനി പോയില്ല അച്ഛേ. എവിടെയെങ്കിലും ഒരു ജോലി നോക്കണം. ശമ്പളം കുറവായിരിക്കും, എങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ചെറിയമ്മയോട് ഞാൻ പറഞ്ഞിരുന്നു, ഐഷാറിന് എനിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എപ്പോഴൊക്കെയോ താനും ഈ ജോലിയെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു. ഒപ്പം സാലറിയായി കൃത്യമായി വന്നിരുന്ന നല്ലൊരു തുകയും കൂടിയായപ്പോൾ ഒറ്റപ്പെടൽ മറന്ന് ബാംഗ്ലൂർ നഗരത്തിലെ പെണ്ണായി മാറിയതുമാണ്. ശരിയാ, ദൂരെ പോയി മോളിനി കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. തെക്കേലെ ബ്രോക്കർ രാഘവൻ ഇന്നലെ എന്നെ കാണാമെന്നിരുന്നു. ആളുടെ കയ്യിൽ നല്ലൊരു ജാതകം ഉണ്ടത്രേ. അതും മോളുടേതുമായിട്ട് പൊരുത്തുള്ളത്. പയ്യൻ നമ്മുടെ നാട്ടുകാരൻ തന്നെയാ, സർക്കാർ ഉദ്യോഗസ്ഥനാ. അല്പം ദൂരെയാ. കുട്ടിക്കാണ് UP സ്കൂളിലെ ഭാഷ. സാരമില്ല, സ്ഥലം മാറ്റം കിട്ടിയ ഇവിടേക്ക് തന്നെ വരാലോ. അച്ഛ അവരോട് വരാൻ പറയട്ടെ. കണ്ടിഷ്ടപ്പെട്ടാൽ നമുക്കതങ്ങ് നടത്താം. അച്ഛയുടെ മനസ്സിലെ ഭാരം ഒഴിയും. പിന്നീട് അച്ഛക്ക് ചത്താലും വേണ്ടില്ല. ഏകയുടെ മുഖം വിങ്ങി. എന്തു പറയാനാണ് അറിയില്ല. എത്ര നാളെല്ലാം വേണ്ടെന്ന് വെക്കും. പ്രായം 23 ഇപ്പോഴത്തെ കാലത്താവുന്ന വലിയ പ്രായമല്ല. പക്ഷേ കണ്ണടച്ച് തുറക്കും പോലെയാണ് ഓരോ വർഷവും കൊഴിഞ്ഞു പോകുന്നത്. പ്രായം പിടിച്ചാൽ നിൽക്കില്ല. അച്ഛയുടെ കാലം കഴിഞ്ഞാൽ പിന്നെ ഏക അനാഥയാണ്. വിവേകിന് അവന്റെ സ്വന്തം അമ്മയുണ്ട്. പക്ഷെ തനിക്കോ വേറിട്ടുപോയ അമ്മയുടെ കുടുംബം പോലും തനിക്ക് തുണയില്ല. അച്ഛനും മോളും കാലം നീട്ടിയിരുന്നോ? പെട്ടെന്ന് കേട്ട രാധാമണിയുടെ ഒച്ചപ്പാടിലാണ് ഏക ചിന്തകളിൽ നിന്ന് ഉണർന്നത്. ബ്രോക്കറെ രാഘവന്റെ കയ്യിലെ ഞാൻ എന്റെ മോള് വിദ്യയുടെ ജാതകം കൊടുത്ത് വിട്ടിട്ടുണ്ട്. ആ സർക്കാർ ഉദ്യോഗസ്ഥന്റെ ജാതകമായിട്ട് പൊരുത്തം നോക്കാൻ. പൊരുത്തുണ്ടെങ്കിൽ ആ വിവാഹം നടക്കൂ. എന്റെ 2 പെൺമക്കളുടെ വിവാഹം കഴിയും വരെ ഇവളെ ഞാൻ ഇവിടെ തന്നെ കെട്ടാമുട്ടിയായിട്ട് ഇരുത്തിക്കും. ഇവളെ കെട്ടിച്ചു വിട്ട് ഇല്ലാ ഭാരം തീർന്ന മട്ടില് ഇവളെ സുഖിച്ചിരിക്കാന്ന് കരുതണ്ട നിങ്ങള്. അങ്ങനെ ആയ പിന്നെ എന്റെ പിള്ളേരുടെ കാര്യം നിങ്ങൾ അങ്ങ് മറക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവളുടെ പേരും പറഞ്ഞൊരു വിവാഹാലോചന ഈ തറവാട്ടിൽ വരില്ല. അങ്ങനെ എങ്ങാനും സംഭവിച്ചാ പണ്ടു രാത്രി ഇവള് കണ്ടന്മാരുടെ കൂടെ നിറങ്ങിയ കഥ ഞാനങ്ങ് പറഞ്ഞു വരത്തും. രാധാമണിയുടെ നാവിൽ നിന്ന് കേട്ടതും ഏക ചെവി പൊത്തി മുട്ടുകാലിൽ മുഖം പൂഴ്ത്തി. ആ ഒരു ഓർമ്മ മാത്രം മതിയായിരുന്നു ഏകയുടെ ശരീരമൊന്നാകെ വിറക്കാൻ. ആ നിമിഷം തന്നെ വിശ്വനാഥൻ ചാടി എഴുന്നേറ്റു. എന്തു പറഞ്ഞടി? രാധാമണിയുടെ മുടിക്കുത്തിൽ പിടിച്ച് ചുമരിൽ ചേർത്തിടിച്ചു അയാൾ അവരുടെ മുഖം. അച്ഛേ, അമ്മയെ വിടച്ചേ. വിവേക് കട്ടിൽ നിന്ന് വേഗത്തിൽ എഴുന്നേറ്റ് അയാളെ തടഞ്ഞു. നീ കേട്ടില്ലടാ നിന്റെ തള്ള പറഞ്ഞ്? അവളെന്റെ മോളുടെ വിവാഹം മുടക്കും പോലും നിന്റെ മക്കളാടി കഴിഞ്ഞാടി നടക്കുന്നത്. എന്റെ കൊച്ചിന് പണ്ടൊരിക്കലും അബദ്ധം പറ്റി. ഇല്ലാ കഥ പാടിയാലുണ്ടല്ലോ, കൊന്നു കളയും നിന്നെ ഞാൻ. പറയലും അയാൾ ചുമച്ച് അവരുടെ പിടിവിട്ട് കിതച്ചു പോയി. ഇല്ലാ കഥയോ? പണ്ടു രാത്രി ആരെ കാണാൻ ഇവള് പോയത്? 5 പുരുഷന്മാരുടെ കൂടെ കാരണത്തിന്നാ പോലീസുകാർ ഇവളെ പിടിച്ചിറക്കിയത്. അതൊക്കെ ആര് മറന്നാലും ഞാൻ മറക്കില്ല. പിഴച്ചവള്. പെട്ടെന്നാണ് കട്ടിൽ കിടന്ന ഏകയുടെ ഫോൺ ശബ്ദിച്ച്. അവൾ ആ ഫോണും എടുത്ത് പുറത്തേക്ക് ഓടി. തറവാടിന് പുറകിലെ മുറ്റം കഴിഞ്ഞാൽ പിന്നെ കുത്തനെ പടവുകളാണ്. പടവുകൾ ഇറങ്ങി ചെല്ലുന്ന ഒരു പാടവരമ്പിലേക്കാണ്. ദാവണി തുമ്പ് ഉയർത്തിപ്പിടിച്ച് അവൾ ഓടി. വിളഞ്ഞു കിടക്കുന്ന നെൽപ്പാടം നോക്കി നെല്ലിമരച്ചോട്ടിൽ അവൾ ഇരുന്ന് കിതച്ചു. ഒന്നാർത്ത് കരണമെന്നുണ്ട്, കഴിയുന്നില്ല. മനസ്സ് അത്രമേൽ ദൃഢമാണ്. അല്ലേലും അമ്മയെ പറഞ്ഞാൽ മാത്രമേ താൻ കരയാറുള്ളൂ. പിന്നെ വൈരിനെ ഓർത്തു. വീണ്ടും ഫോൺ ശബ്ദിച്ചപ്പോഴാണ് അവൾ ആ കോൾ നോക്കുന്നത് തന്നെ. മുകേഷ് സാറിന് സേവ് ചെയ്യുന്ന നമ്പറിൽ നിന്ന് വരുന്ന കോളിലേക്ക് അവൾ വെറുതെ നോക്കിയിരുന്നു. ലീവ് പോലും പറയാതെയാണ് താൻ വന്നത്. ഇപ്പൊ കാര്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഇനിമേൽ കണ്ടുപോലെന്ന് പറയാനാവും തന്നെ വിളിക്കുന്നത്. ഹലോ. ഒരു പതർച്ചയോടെ അവൾ ഫോൺ കാതിലേക്ക് ചേർത്ത് വെച്ചു. ഏക, നീ എവിടെയാ? നീ നാട്ടിലാണെന്ന് ഋതു പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. എന്തായാലും അഞ്ജലി മാമിന്റെ പണിഷ്മെന്റ് ഡ്യൂട്ടി കഴിഞ്ഞല്ലോ, സമാധാനം. ഓഫീസിലെ സ്റ്റാഫുകൾ നല്ല കുറവുണ്ട്. നീ എന്നാ തിരികെ വരുന്നത്? ആ ജയറാമനെ വിളിച്ചിരുന്നു. ലീവ് എടുത്ത് നാട്ടിൽ പോയവരെല്ലാം അത്രയും പെട്ടെന്ന് തിരികെ വിളിച്ചു വരുത്താൻ അയാൾ പറഞ്ഞു. ദേവസാറിന്റെ ഓർഡറാണത്രേ. ദേവസാറിന്റെ മാനേജർ ഞാനാണോ അതോ ആ ജയറാമാണെന്നോ എന്റെ സംശയം. ആ,
എന്തായാലും അനുസരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് എന്നാ നീ വരുന്നു? മുകേഷിന്റെ സംസാരത്തിൽ നിന്ന് അവൾക്ക് മനസ്സിലായി കാര്യങ്ങളൊന്നും ആരും അറിഞ്ഞിട്ടില്ലെന്നുള്ളത്. ഞാൻ അങ്ങോട്ടേക്കില്ല സർ, എനിക്കിനി വയ്യ. ഞാൻ റിസൈൻ ചെയ്യാൻ പോവാ. നാട്ടിലെവിടെ ജോലി നോക്കണം. താല്പര്യം ഉണ്ടായിട്ടല്ല, വയ്യ, അതുകൊണ്ടാ. എന്റെ കൊച്ചേ, ഇത്രയേ ഉള്ളൂ നീ? വൈനി സാറ് ഷൂട്ടിംഗ് കഴിഞ്ഞ് നാട്ടിൽ പോയി. മാത്രമല്ല സാറിന് സെറ്റിൽ വെച്ചെന്താ അപകടം പറ്റി. ഇവിടെ ബാംഗ്ലൂർ അവർ 1 മാസത്തെ ഷൂട്ടിന് വന്നതാ, അല്ലാതെ സ്ഥിരതാമസത്തിന് വന്നല്ല. ഷൂട്ട് കഴിഞ്ഞ ഉടനെ അവർ പോയി. ഇനി നീ ആരെയാ പേടിക്കുന്നത്? അവരൊക്കെ നീ നമ്മളാരെങ്കിലും കാണോ? ആ കാണും, സിനിമയിൽ. അല്ല പിന്നെ നിനക്ക് അഭിമാനിക്കാൻ കേട്ടോ. ഈ സിനിമ പുറത്തിറങ്ങുമ്പോ നീ എല്ലാവരോടും പറഞ്ഞു നടന്നു സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് നീയും വൈരിന്റെ കയ്യിൽ നിന്ന് തല്ലു വാങ്ങിയ കഥ. സത്യമാണോ? അപ്പോ അവരാരും തിരികെ അവിടേക്ക് വരില്ലേ? ഏകയുടെ ശബ്ദത്തിൽ അമ്പരപ്പ് മനസ്സിലാക്കിയ മുകേഷിനെ നെറ്റി വിളിഞ്ഞു. നിന്നെ തിരികെ ഓഫീസിലേക്ക് പറഞ്ഞു വിട്ട വൈരി സാറാണെന്നാണല്ലോ ഞാൻ അറിഞ്ഞു. സാറ് നിന്നോട് സോറി പറഞ്ഞോ ഞാൻ അറിഞ്ഞു. എന്തൊക്കെ പിച്ചും പേയ കൊച്ചേ നീ വിളിച്ചു പറയുന്നേ? അത് ശരിയാ, ഞാൻ ഉടനെ വരാം സാർ. ആ, അങ്ങനെ ആയിക്കോട്ടെ. വല്ലാത്തൊരു നോവ് തോന്നി അവൾക്ക്. എങ്കിലും സാരമില്ല, നാട്ടിൽ നിൽക്കുന്നതിൽ ഭേദം തിരികെ ജോലി കയറുന്നതാണ്. വൈര്യൻ എന്ന അധ്യായം എന്നേക്കുമായി താൻ ക്ലോസ് ചെയ്തിരിക്കും. അവൾ മനസ്സിൽ ഉറച്ചൊരു തീരുമാനമെടുത്തു. പിറ്റേന്ന് തന്നെ അവൾ വാരിക്കെട്ടി പുറപ്പെടാൻ തയ്യാറായി. ഇനി അടുത്തിടെ നാട്ടിലേക്കില്ലെന്ന് അവൾ തീരുമാനമെടുത്തു. കൊച്ചേച്ചി, ചേച്ചി പോവാണോ? ഞാനുണ്ട്. ബാഗ് തൂക്കിയിറങ്ങി ഏകയെ കണ്ടതും ഐഷ ഓടിക്കതച്ചെത്തി. അയ്യോ സഹായിക്കല്ലേ പെങ്ങളെ, നീ പട്ടിയെ പോലെ പുറകെ വരുന്ന അറിയാവുന്നോണ്ടാ തിരികെ പോകുന്ന വിവരം ഞാൻ ആരോടും പറയാതിരുന്നത്. നിന്റെ വിദ്യച്ചെ നിന്റെ അമ്മ കെട്ടിക്കട്ടെ, അന്ന് ഞാൻ വരാം. എന്നാലേ എന്റെ മുന്നിട്ട് നടക്കുകയുള്ളൂ. ഐഷുവിനെ മാറ്റി നിർത്തി ആൾ മുന്നോട്ട് നടന്നു. ഐഷു നിരാശയോടെ ആൾ നോക്കി നിന്നു. വെടക്ക് കൂട്ടുകെട്ടുകളെയും ആ വലിയ നഗരത്തെയും അവൾ വല്ലാതെ മിസ് ചെയ്യും, അത് ഉറപ്പാണ്. ഓ, തമ്പുരാട്ടി പോവുകയാണോ? വിദ്യയാണ്. കയ്യിലൊരു പടല പഴവുമുണ്ട്. ഓരോന്നായി ഉരിഞ്ഞെടുത്ത് കുത്തിക്കയറ്റം തിരക്കിലാണ് കക്ഷി. അതെ, പോവാ. ഒരു കൊലയായിട്ട് തേച്ച് കിട്ടില്ലായിരിക്കും. വാഴയോട് ചോദിക്കായിരുന്നില്ലേ വാഴ? കുറച്ച് വെള്ളം കൂടിയുടെ കുടിക്കൂ, പഴം വിഴുങ്ങി. ഡീ ഒന്ന് പോടി. വിദ്യയെ നല്ലപോലെ ഒന്ന് പുച്ഛിച്ച് മുറ്റത്തേക്ക് ഇറങ്ങിയതും കണ്ടു ശകനം പോലെ വരുന്ന തള്ള. എന്റെ ദൈവമേ, കഴിഞ്ഞ തവണ ഈ തള്ളയെ ശകനം നിർത്തി പോയിട്ടാ ഞാൻ ഈ ഏടാകുളത്തിലൊക്കെ പോയി ചാടിയത്. വരുന്നുണ്ടില്ലേ രാക്ഷസി. മനസ്സിലായി ചിന്തിച്ചുകൊണ്ട് രാധാമണിയെ നോക്കി അവൾ മുഖം കൂർപ്പിച്ചു. ഡീ വേണേ, പോകുന്നതൊക്കെ കൊള്ളാം. മാസാമാസം കൃത്യമായിട്ട് പൈസ എത്തിക്കൊള്ളണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളോട് പ്രേമൂത്തിട്ടൊന്നല്ല ഞാൻ എല്ലാ മാസവും ക്യാഷ് അയക്കുന്നത്. കുറച്ചുപേരെ സ്നേഹിച്ചു പോയി. അത് പറയുമ്പോൾ ഏകയുടെ നോട്ടം നീണ്ടത് ഐഷിലും വിവേകിലൊക്കെ ആയിരുന്നു. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇന്നലെ നിങ്ങൾ ഇവിടെ കിടന്ന് എന്തൊക്കെയോ പ്രസംഗിച്ചല്ലോ, എന്റെ കല്യാണം മുടക്കുന്നോ മറ്റോ. അന്നേരം മറുപടി അറിയാൻ പറ്റിയ മൂടിലായിരുന്നില്ല ഞാൻ. എന്നോട് കൂടുതൽ കളിക്കാൻ വന്നാലേ നിങ്ങളുടെ മോളെ പെണ്ണാണ് ഈ തറവാട്ടിൽ ആരും കേട്ടില്ല ഞാൻ. അഥവാ വന്നാലേ വരുന്നവരുടെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങി ഞാനങ്ങ് കയറി നിൽക്കും. ഏകയുടെ സൗന്ദര്യത്തിന് മുമ്പിൽ നിങ്ങളുടെ വിദ്യമോള് ശിശു അറിയാലോ എന്നെ. അതും പറഞ്ഞ് ഇടുപ്പിൽ കയ്യും തായും ചിരിയോടെന്ന് വിവേകിനെ നോക്കി അവൾ കണ്ണി ചിമ്മി. ചുമ്മാ വെച്ചുട്ടാ, സ്കൂളിൽ ടൂർ പോകുമ്പോൾ ബോറാടാ. സ്വന്തം ക്ലാസ്സിലെ കുരിപ്പുകൾ മാത്രം കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. നമുക്ക് അടുത്ത മാസം ട്യൂഷൻ സെന്ററിൽ നിന്ന് പോകുന്ന ടൂർ പോയാലോ? അതാകുമ്പോൾ വേറെ ക്ലാസ്സിലെ കുരിപ്പുകളും കൂടെ കാണൂടാ. എന്താ അതുപോലെ ആക്കിയ ചിരിയോടെ അവളത് പറഞ്ഞു. ബൾബ് കത്തിയ പോലെ ചെക്കൻ്റെ മുഖം തിളങ്ങി. മതി, അത് മതി, എന്റെ കൊച്ചേച്ചി മുത്താണ്, മുത്ത്. വിവേക് ഓടി വന്ന് അവളെ ചുറ്റിപ്പിടിച്ച് കവിളിൽ അമർത്തി മുത്തി. നീയേ വെടക്ക, എന്റെ ചെക്കനെ കൂടി വെടക്കാക്കി നീ. അതും പറഞ്ഞ് രാധാമണി അകത്തേക്ക് പാഞ്ഞു. ഒപ്പം ചവിട്ടി കുലുക്കി വിദ്യയും. ബസ്സിൽ കയറാൻ നേരം വിശ്വനാഥന്റെ കണ്ണു നിറയുന്നവൾ കണ്ടു. അയാൾ മുഖം കുഴിച്ച് നടന്നു പോകുന്നത് ഏകയുടെ മനസ്സിനെ ചുട്ടുപൊള്ളിച്ചു. ബസ് ദൂരേക്ക് മറയുന്ന ഒരു കടയുടെ മറവിൽ നിന്ന് അയാൾ നോക്കി നിന്നു. രാജലക്ഷ്മിയും താനും കൈവളിൽ വെച്ച് വളർത്തിയ മകളാണ്. തങ്ങളുടെ പ്രണയത്തിന്റെ തുടിപ്പ് ഇപ്പൊ ഒരു അനാഥയെ പോലെ കൺമുമ്പിൽ ഇങ്ങനെ. എല്ലാം മറക്കണം, ഒന്നും കാണാൻ ഇനി വയ്യ, കുടിച്ചു മരിക്കണം. അയാളുടെ മനസ്സിൽ അതായിരുന്നു ശരി. ഏക വൈരിലേക്ക് തിരിച്ചെത്തുമ്പോൾ എന്ത് സംഭവിക്കും? കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.